ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് സ്കൂളിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് മാത്രം അവന് വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും. നിന്റെ ചേച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് ഹീറോ ചോദിച്ചതാണ് അവളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചേച്ചി മരിച്ചതിന് ശേഷം ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലുള്ള ആളുകളെല്ലാം അവരെ നോക്കി വളരെ ചെറിയ വയസ്സിലെ ആ പെൺകുട്ടി എയ്ഡ്സ് വന്ന് മരിച്ചു പോയെന്ന് അവളുടെ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഈ സംഭവത്തിന് ശേഷം അവരുടെ കടയിലേക്ക് ആരും കഴിക്കാൻ വരാതെയായി. അങ്ങനെ അവർക്ക് ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് സിറ്റിയിലേക്ക് വന്നത്. ഇതെല്ലാം ഓർത്ത് ഹീറോയിൻ സാഡ് ആകുന്നുണ്ട്. ഈവനിങ് വീട്ടിൽ വന്നതും ഹീറോയിൻ അമ്മയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, നാട്ടിലെ ആന്റിക്ക് തീരെ വയ്യ, നാളെ നീ ബാങ്കിൽ പോയി കുറച്ച് ക്യാഷ് എടുത്ത് അങ്കിളിന് അയച്ചു കൊടുക്കണമെന്ന്. വളരെ കഷ്ടമാണ് അവളുടെ കാര്യം. അവളുടെ മെന്റൽ പ്രശ്നങ്ങളും കൂടി വരികയാണെന്ന് പറഞ്ഞ് സാഡ് ആയതും ഇത് കേട്ട ഹീറോയിനും, അപ്പോ നമ്മുടെ ചേച്ചി എങ്ങനെയാ മരിച്ചത്? അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ നിനക്ക് അറിയില്ലേ? അപ്പൻഡീസ് വന്നിട്ടാണ് അവള് മരിച്ചത്. സർജറി കഴിഞ്ഞിട്ടും വയ്യാതെ ആയിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞതും, പക്ഷെ എല്ലാവരും പറയുന്നത് അവള് എയ്ഡ്സ് വന്നിട്ടാണ് മരിച്ചതെന്നല്ലേ. ഇത് കേട്ട അമ്മ, എന്തൊക്കെയാ നീ പറയുന്നേ? നീ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കോ? അത് എല്ലാ റൂമേഴ്സ് മാത്രമാണെന്ന് പറഞ്ഞ അമ്മ ദേഷ്യപ്പെടുവാണ്. എങ്കിലും നിങ്ങൾ അവർക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മളെങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മോളെ നമ്മൾ ഇവിടേക്ക് വന്നത്. അവള് നമ്മളെ വിട്ടു പോയി. ഇപ്പോഴാണ് നമ്മൾ സാധാരണ ഗതിയിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. പഴയ കാര്യങ്ങളൊന്നും ഇനി പറയാനേ പാടില്ലെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഭാഗത്ത് ശരി എക്സ്പ്ലെയിൻ ചെയ്താലേ അവർക്ക് മനസ്സിലാകൂ. അത് ചെയ്യാതെ ഇങ്ങനെ ഓടി മറഞ്ഞുകൊണ്ടിരുന്നാല് ജീവിതകാലം മുഴുക്കെ ഇങ്ങനെ ഓടി ഒളിച്ചുകൊണ്ടേയിരിക്കണം. നീ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. വേഗം റൂമിലേക്ക് പോയെന്ന് പറഞ്ഞ് അവൾ വഴക്ക് പറഞ്ഞ് അമ്മ റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവളോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നിനക്ക് സംസാരിക്കായിരുന്നില്ലേ എന്ന് അച്ഛൻ അമ്മയോട് പറയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സംസാരമൊക്കെ കഴിഞ്ഞില്ലേ? മിണ്ടാതിരിക്കുന്ന അമ്മ അച്ഛനെയും വഴക്ക് പറയാണ്. നെക്സ്റ്റ് ഡേ അവളുടെ സ്കൂളില് അവൾ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ വന്ന് എത്തി നോക്കിയിട്ട്, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നായിട്ടുണ്ടല്ലോ, എന്നെ പോലെ തന്നെ. നോക്ക്, ഇതാണ് അവസാനത്തെ. ഇനി നിന്റെ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അവള് പറയാണ്. ഇത് ചെയ്യാൻ നിറയെ പേര് ക്യൂ ആണ്, പക്ഷെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും കൊള്ളത്തില്ലെന്ന് ഹീറോ പറയാണ്. നിനക്കിത് ചെയ്തു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വം ഒന്നും അല്ലല്ലോ. ഉത്തരവാദിത്തമല്ല, പ്രായച്ചിത്തമാണ് മോളെ എന്ന് അവൻ പറയുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ആകാറായി. പിള്ളേരെല്ലാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അടുത്ത് മോമോ വരുമ്പോ, നിനക്ക് ഷെങ്ങിനെ അറിയുമോ? നിന്റെ ചേച്ചിയുടെ പേര് വിളിച്ച് അവൻ നേരത്തെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇല്ല ഇല്ല, എനിക്ക് ചേച്ചിയൊന്നുമില്ല. ഞാനാണ് എന്റെ ഫാമിലിയിൽ മൂത്തത്. എനിക്കൊരു അനിയനുമുണ്ടെന്ന് അവള് പറയും. ഓക്കെ ഓക്കെ, നീയും ഷെങ്കും വളരെ ക്ലോസ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. എന്തായാലും നീ കുറിച്ച് ശ്രദ്ധിക്ക്. ഷെങ് ഒരു നല്ല പയ്യനാണ്. ഹുവാനിലെ എല്ലാവർക്കും അവനറിയാം. കാണാനും സുന്ദരനാണ്. അവന്റെ ഫ്രണ്ട്സിന് വേണ്ടി അവൻ എന്തും ചെയ്യും. ഇത്രയ്ക്കും ലോയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവന്റേന്ന് പറഞ്ഞതും ക്ലാസ്സിൽ അവന്റെ ഫ്രണ്ട്സ്, വാടാ നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓ, അതിനെന്താ, പോയി കളയാം. എന്റെ ഹോംവർക്കും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹീറോയിനെ അവൻ നോക്കുന്നുണ്ട്. ഇവനാണോ നല്ലവൻ? ഇത്ര റൂഡായ തലതെറിച്ച് ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഹീറോയിൻ പറയും. മോമോ ഇത് കേട്ട്, അവൻ ക്ലാസ്സിൽ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ്. ലാസ്റ്റ് അവൻ ക്ലാസ്സിൽ കയറും, ഹോംവർക്ക് ഒക്കെ എഴുതി ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യും. പക്ഷെ ഒരേ ഒരു കാര്യം എന്താന്നാല്, അവൻ സൂപ്പറായിട്ട് പഠിക്കും. എന്ന് വെച്ച് അവൻ പുസ്തക പുഴുവൊന്നല്ല, അവൻ നന്നായിട്ട് പഠിക്കും. നല്ല ടാലന്റ് ഉണ്ടെന്ന് അവള് പറയാണ്. പുറത്ത് നമ്മുടെ ഹീറോ ഫ്രണ്ട്സുമായിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വാടി നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് മോമോ ഹീറോയിനെ കൊണ്ടുവരുന്നുണ്ട്. ഷെങ്, അന്ന് നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാനല്ലേ നോക്കിയത്. ഇങ്ങനെയൊക്കെ ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് ഫ്രണ്ട് പറയാണ്. അന്ന് നമ്മുടെ ഹീറോയെ കാണുമ്പോ ഇവൻ ഒരുത്തന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്നത് പോലെയല്ലേ കണ്ടത്. പക്ഷെ ആ പയ്യൻ ഒരു കള്ളനായിരുന്നു. ഒരു ആന്റിയുടെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ട് വന്നത് കണ്ടിട്ടാണ് ഇവരെല്ലാവരും ഓടിച്ചിട്ട് അവനെ പിടിച്ചത്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ആ ആന്റിക്ക് തന്നെ തിരികെ കൊടുക്കുകയും ചെയ്തു. അവനെ പിടിക്കാൻ പോയപ്പോ അടുത്തുള്ള ഒരു കടയിലെ ചെയർ അവൻ എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. ആ കടക്കാരി ഇവന്റെ സ്കൂളിൽ വന്നിട്ട് ഹീറോയുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്. ഇവര് ചെയ്തത് ഒരു ഹെൽപ്പായിരുന്നു. പക്ഷെ ഇതിനിടയിലെ സംഭവം മാത്രം ഹീറോയിൻ കണ്ടതുകൊണ്ട് അവൾ അവനെ തെറ്റിദ്ധരിച്ചു പോയി. അവര് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവർ അടിച്ചിട്ട പന്ത് അറിയാതെ നമ്മുടെ ഹീറോയിന്റെ തലയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇടികൊണ്ട് വേദന കൊണ്ട് അവൾ തലയിൽ കൈവെക്കുവാണ്. അയ്യോ എന്ന പോലെ ഹീറോയ്ക്കും തോന്നുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ഹീറോ വന്ന്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കും. നീ നിന്നെ തന്നെ നോക്കിയാൽ മതിയെന്ന് ഹീറോയിന് ഒഴിഞ്ഞു മാറാൻ നോക്കുവാണ്. അപ്പൊ ഹീറോ മുമ്പിൽ വന്ന് നിന്നിട്ട്, ആ ബോള് കൊണ്ട് നിന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ, നിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയാലോ? എങ്ങനെ എന്റെ ഹോംവർക്ക് നീ ചെയ്തു തരുന്നേന്ന്? ഗോഡ് താങ്ക്സ്, ഒന്നും പറ്റിയില്ലല്ലോ. സോ നാളത്തേത് പിടിച്ചു എന്ന് പറഞ്ഞ് അവൻ കൊടുത്താല് അവൾ പറ്റില്ലെന്ന് പറയാണ്. നിന്റെ നമ്പർ എനിക്കൊന്ന് വേണം. ഹോംവർക്ക് ചെയ്യുന്നതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞാല് എന്റെ കയ്യിൽ ഫോണില്ലെന്ന് അവൾ പറയാണ്. സത്യാണോ? നിന്റെ കയ്യിൽ ഫോണില്ലേ? ശരി ഓക്കെ, നിന്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ആ വഴി വന്ന ഹീറോയിന്റെ അനിയൻ കാണുവാണ്. ചേച്ചി,
എന്ത് അതാ ഷെങ്ങല്ലേ? എങ്ങനെ അവനെ വളച്ചെടുത്തത്? അവരെന്ത് പോപ്പുലർ ആണെന്ന് അറിയാമോ? ബാസ്കറ്റ് ബോളൊക്കെ കിഡിലിനായിട്ട് കളിക്കുമെന്ന് അവൻ പ്രൗഡായിട്ട് ഹീറോയെ കുറിച്ച് പറഞ്ഞു വന്നതും ഹീറോയിന് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. അവനെ പറ്റി പഠിക്കാൻ കാണിച്ച മിടുക്ക് നീ നിന്റെ പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഒന്ന് പോ ചേച്ചി. അവളുടെ തലയിലെ ആ പാട് കണ്ടതും എന്തായത് ഷെങ്ങാണോ ചെയ്തതെന്ന് അവൻ ചോദിക്കും. അല്ലെന്ന് അവള് പറയുന്നുണ്ട്. പിന്നെന്തിനാ നിന്നോട് വന്ന് അവൻ സംസാരിച്ചതെന്ന് ചോദിക്കുവാണ്. എല്ലാം അവള് കാരണമാണ്. ഹുവാങ്ങിലേക്ക് വന്നാൽ സമാധാനം തരില്ലെന്ന് പറഞ്ഞ് അവൾക്ക് വളരെ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. ചേച്ചി, നമ്മുടെ നാട്ടിലും അവളെ മാത്രമേ എല്ലാവർക്കും അറിയൂ. അവളിലൂടെയാണ് നമ്മളും ഫേമസ് ആയത്. അവളുടെ നിഴലിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷേ ചില സമയത്ത് അവളോട് നിനക്ക് ജലസ് ഫീൽ ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇല്ല, എനിക്ക് അവളോട് വെറുപ്പ് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്ന് ഹീറോയിൻ പറയാണ്. ഹീറോയിൻ ചെറുതായിരിക്കുമ്പോൾ ഇവളുടെ ചേച്ചി ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിന് വന്നിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അടുത്ത് തന്നെ ഇഷ്ടമല്ലാതെ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ വെച്ചിട്ട് പോയെന്ന് ചേച്ചി പറയാണ്. നീ തനിയെ വന്നാല് അമ്മയ്ക്ക് വിഷമാകും, അതുകൊണ്ടാ നിൽക്കുന്നതെന്ന് പറയും അവള്. ഒരു കമ്മല് കണ്ടതും അവൾക്ക് വളരെ ഇഷ്ടാകുന്നുണ്ട്. ആ കമ്മല് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചേച്ചി വന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് അവളത് താഴെ വെക്കുന്നുണ്ട്. ചേച്ചിക്ക് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ഹീറോയിൻ ട്രൈ ചെയ്ത ആ കമ്മല് കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്. ഞാൻ സത്യമായിട്ടും എടുത്തിട്ടില്ല ചേച്ചി എന്ന് അവള് പറഞ്ഞാലും ഷിങ്കു, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചവിടേക്ക് വെച്ചേക്കെന്നാണ് ചേച്ചി പറയുന്നത്. ഇത് കേട്ട് ടെൻഷനായി ഹീറോയിനും ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തില് ബാഗിൽ നിന്ന് എല്ലാം പുറത്തേക്ക് എടുത്ത് നിലത്തിട്ട് കുടഞ്ഞു കാണിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചി അതിനൊന്നും വലിയ മൈൻഡ് കൊടുക്കാതെ പിന്നെയും ഫോട്ടോഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവളുടെ ചേച്ചി ഹുവാങ്ങിലാണ് പഠിച്ചതൊക്കെ. അവളുടെ അമ്മ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്താല് ഏതോ ഒരുത്തം വന്ന് എങ്ങനെയുണ്ട് ബേബ് വാ പോകാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ നിൽക്കുവാണ്. ഹീറോയിൻ വന്ന് സംസാരിക്കാൻ നോക്കിയാല് നീ ആരാ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്ത് ആ പയ്യന്റെ കൂടെ തന്നെ പോവുകയാണ്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഹീറോയിന് ചേച്ചിയെ തീരെ ഇഷ്ടമല്ല. പക്ഷെ അവളുടെ അമ്മ നാട്ടിലെ ചേച്ചിയെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയുന്നെന്ന് പറഞ്ഞ് താങ്ങാൻ പറ്റാതെയാണ് നമ്മളെയും കൊണ്ട് ഇവിടേക്ക് വന്നത്. നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? നീയും ഞാനും മാത്രമാണ് എല്ലാ കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഉണ്ടായിരുന്നപ്പോഴും പ്രശ്നമായിരുന്നു, ഇപ്പൊ ഇല്ലാതായപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ തരുന്നത്. അവൾ എന്റെ ചേച്ചിയായിട്ട് പിറക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും എഴുന്നേറ്റ് പോകുവാണ്. നൈറ്റ് ടെറസിൽ വന്ന് അവള് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ നെക്സ്റ്റ് വീട്ടിൽ നിന്ന് ഒരു ബെല്ല് സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ അത് ശ്രദ്ധിക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോയെ കണ്ടതും അവന്റെ ബുക്ക് തിരികെ കൊടുത്തിട്ട് എനിക്ക് നിന്റെ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ പറയുന്നതൊക്കെ കള്ളാണ്, ആവശ്യമില്ലാതെ റൂമേഴ്സ് ഒന്നും പറഞ്ഞുണ്ടാക്കരുത്. എന്റെ ചേച്ചിക്ക് അപ്രന്റീസ് ആയിരുന്നു, അതുകൊണ്ടാണ് അവൾ മരിച്ചു പോയതെന്ന് ഹീറോയിൻ പറയും. ഓഹോ, നിന്നെ കണ്ടത് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ഹീറോ ചോദിച്ചതും നിന്നെ കൊണ്ടും ഇതൊന്നും പ്രൂവ് ചെയ്യാൻ കഴിയില്ലല്ലോ, പോയെന്ന് പറഞ്ഞ് അവള് തിരിഞ്ഞു നടക്കുവാണ്. നിൽക്ക് നിൽക്ക്, എന്നെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞാൽ മതിയോ? നിന്റെ ചേച്ചി മരിക്കുന്നതിന് മുമ്പ് പീപ്പിൾ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരുന്നത്. ആ ഹോസ്പിറ്റലിന്റെ പ്രസിഡന്റ് എന്റെ അച്ഛനാണ്. നിന്നെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങള് എന്നോട് വന്ന് വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ മോളെ. ഇപ്പോ ഹോംവർക്ക് ചെയ്യുന്ന പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ കൊടുത്തിട്ട് പോവാണ്. ഇതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മോമോന്റെ കയ്യിൽ നിന്ന് അവള് ഫോൺ വാങ്ങി സെർച്ച് ചെയ്ത് നോക്കിയാല് അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഹീറോയുടെ അച്ഛനാണ് പ്രസിഡന്റ്. അപ്പോ അമ്മ പറഞ്ഞതൊക്കെ കള്ളായിരുന്നു എന്ന് ഹീറോയിന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോ ഹീറോയിന്റെ കസിൻ ബ്രദർ വന്നിട്ടുണ്ട്. അവരുടെ കല്യാണാകാൻ പോകുവാണ്. സോ കാർഡ് കൊടുത്ത് ക്ഷണിക്കാനായിട്ട് വന്നിരിക്കുവാണ്. അവളുടെ ചെറുപ്പത്തിലേക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ ചേച്ചിയുടെ ഫോട്ടോ കണ്ടതും ചേട്ടന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി ഇതാരാന്ന് ചോദിക്കും. ഇത് കേട്ട് എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആകുന്നുണ്ട്. ഹീറോയിൻ അപ്പോ പെട്ടെന്ന് ഇത് അങ്ങനത്തെ ബന്ധത്തിൽ ഒരു ചേച്ചിയാണെന്ന് പറയും. ഉടനെ അച്ഛനും അതെ അതെ പാവം, അസുഖം വന്ന് ഒരു വർഷത്തിന് മുമ്പ് മരിച്ചുപോയെന്ന് പറയാണ്. ചേച്ചിയും അതെയോ പാവം എന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിനും ടെറസിൽ എപ്പോഴത്തെ പോലെ വന്ന് നിൽക്കുമായിരിക്കും. അപ്പോ അവളുടെ പുറകില് കസിൻ ബ്രദർ വരുന്നുണ്ട്. ഷിങ്കു, എന്തൊക്കെയുണ്ട്, നിനക്ക് സുഖമല്ലേ? സ്കൂളില് നിനക്ക് നിറയെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാല് അതെ, പഠിക്കുന്ന കുട്ടികൾ നിറയെ പേരുണ്ട്, എന്നാലും എന്റെ ബെസ്റ്റ് കൊടുത്ത് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞതും ഓക്കെ പഠിക്ക്, പക്ഷേ വളർന്നു വരുമ്പോ ഈ പഠിപ്പ് കൊണ്ട് മാത്രമൊന്നും പറ്റില്ലെന്ന് നിനക്ക് മനസ്സിലാകും. പഠിപ്പ് മാത്രം പോരാ, ഈ ശരിക്കുള്ള ലോകത്തെ ഫേസ് ചെയ്യണമെങ്കിൽ പഠിപ്പ് മാത്രം പോരാ, കൂടെ എക്സ്പീരിയൻസും വേണമെന്ന് പറയാണ്. ചേട്ടൻ അവൾക്ക് കുറച്ച് ക്യാഷ് കയ്യിലേക്ക് കൊടുത്തതും അവൾ വേണ്ടെന്ന് പറയും. എന്റെ അനിയത്തി കുട്ടിക്കല്ലാതെ ഇത് വേറെ ആർക്ക് ഞാൻ കൊടുക്കാനാ? ഇത് വേറെ ആരും അറിയണ്ട, അമ്മ പോലും അറിയണ്ട, ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവൾ കൊടുക്കുവാണ്. അപ്പോൾ അത് അവൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചേട്ടനോടും തിരക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന്. അമ്മ പറഞ്ഞത് തന്നെയാണ് അവരും പറയുന്നത്. അപ്രന്റീസ് വന്നതും സർജറി ചെയ്തിരുന്നു, പക്ഷെ അവള് മരിച്ചു പോയെന്ന്. ഇത് കേട്ട ഹീറോയിനും പിന്നീടും കൺഫ്യൂഷൻ ആകുകയാണ്. ആര് പറയുന്നതാണ് സത്യങ്ങളെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഡ്രാമകൾ ഇനിയും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.